ജയിച്ച കളി രാജസ്ഥാൻ കൊണ്ടുപോയി കളഞ്ഞു. ഇങ്ങനെ കളി തോൽക്കുമെന്ന് ആരും തന്നെ കരുതിയില്ല. കളി രാജസ്ഥാന്റെ കയ്യിലേക്ക് തിരിച്ചെത്തിയതായിരുന്നു. എന്നാൽ അവസാന നിമിഷം കളി കൊണ്ടുപോയി കളഞ്ഞു. കളി തോറ്റെന്ന് വിശ്വസിക്കാനാകാതെ ഇരിക്കുകയാണ് രാജസ്ഥാൻ ആരാധകർ. അവസാന ഓവറിലാണ് കളി കൈവിട്ടുപോയത്. ആവേശം നിറഞ്ഞ മത്സരമായിരുന്നു ഇന്നത്തേത്. ഇന്ന് കളി ജയിച്ച ശേഷം ഗുജറാത്ത് ക്യാപ്റ്റൻ ഗില്ല് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. അങ്ങനെ രാജസ്ഥാൻ ഈ IPL ആദ്യ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ഇന്ന് കളി ജയിച്ച ശേഷം ഗുജറാത്ത് ക്യാപ്റ്റൻ ഗില്ല് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്കിപ്പോഴും കളി ജയിച്ചെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ലാസ്റ്റ് ഓവറിൽ കളി എത്തിയപ്പോൾ ഞങ്ങൾ കളി തോറ്റെന്ന് കരുതിയതായിരുന്നു. എന്നാൽ രാഹുൽ ത്രിപാഠിയും റാഷിദ് ഖാനും മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. കളി ജയിച്ചതിൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അവർക്കാണ്. അവസാനത്തെ 2 ഓവർ മികച്ച രീതിയിലാണ് അവർ ബാറ്റ് ചെയ്തത്. ഞാനാണെങ്കിൽ പോലും സമ്മർദ്ദം നേരിട്ടേനെ. അവർ അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. ഞാനിന്ന് എൻ്റെ കഴിവിൻ്റെ പരമാവധി കളിച്ചിട്ടുണ്ടായിരുന്നു. രാജസ്ഥാൻ ടീം ഞങ്ങൾക്കെതിരെ വരുമ്പോൾ ഞങ്ങൾക്ക് പേടിയായിരുന്നു. കാരണം ഇതുവരെ ഒരു മാച്ച് പോലും രാജസ്ഥാൻ തോറ്റിട്ടില്ല. അവരുടെ ക്യാപ്റ്റൻ സഞ്ജു ആണ്. ഇന്ന് ഞങ്ങൾക്ക് വിജയ സാധ്യത കുറവായിരുന്നു. ഞങ്ങൾ ഇന്ന് കളി ജയിച്ചാലും ഇന്നത്തെ മാച്ചിൽ സഞ്ജുവും റിയാൻ പരാഗും നന്നായി കളിച്ചിട്ടുണ്ട്. രാജസ്ഥാൻ ഞങ്ങളെ ഇതുപോലെ വെള്ളം കുടിപ്പിക്കുമെന്ന് ഞാൻ കരുതിയില്ല. കളി ജയിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഗില്ല് വ്യക്തമാക്കി. രാജസ്ഥാൻ ആരാധകർ കളി ഇപ്പോൾ തോറ്റെന്ന് വിശ്വസിച്ചിട്ടില്ല. അതുപോലത്തെ മികച്ച കളിയാണ് രാജസ്ഥാൻ ഇന്ന് പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ അവസാനത്തെ 2 ഓവറാണ് രാജസ്ഥാന് പണിയായത്. റൺസ് വെറുതെ വിട്ടുകൊടുത്തു. ലാസ്റ്റ് ഓവറിൽ എന്നിട്ടും ഒരു ഹോപ്പ് രാജസ്ഥാന് ഉണ്ടായിരുന്നു. എന്നാൽ ഗുജറാത്ത് ലാസ്റ്റ് ബോളിൽ ബൗണ്ടറി അടിച്ച് കളി ജയിപ്പിച്ചു. ഇത്രയ്ക്കും ആവേശം നിറഞ്ഞ മത്സരം ഈ IPL ഉണ്ടായിട്ടില്ല. ഇന്ന് കൂടുതൽ അടി കിട്ടിയത് സ്പിന്നിനാണ്. സ്പിൻ ബോളേഴ്സ് കൂടുതലായത് രാജസ്ഥാന് പണിയായി. അപ്പോൾ ഇന്ന് രാജസ്ഥാൻ കളി തോൽക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.